Please join online tuition for more videos. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 1 മാർക്കിന്റെ കഴിഞ്ഞ് 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 16. എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് എനി 4 ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് നമ്മൾ അഡ്വാൻറ്റേജുകൾ ഉണ്ടെങ്കിലും ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പോരായ്മകളുണ്ട്, പരിമിതികളുണ്ട്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ പരിമിതികൾ? ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ്ങിൽ നമുക്ക് മോണിറ്ററി ട്രാൻസാക്ഷൻസ്, മോണിറ്ററി മീൻസ് പൈസയുടെ രൂപത്തിൽ, ക്യാഷിന്റെ രൂപത്തിൽ, പണത്തിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരാളുടെ കഴിവ്, മാനേജറുടെ കഴിവ് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ആ മാനേജറുടെ കഴിവിനെ ക്യാഷിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. Accounting records only those transactions which can be measured in terms of money. Records only those transactions which can be measured in terms of money. പൈസ രൂപത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നത് മാത്രമേ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുള്ളൂ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് മെഷറബിൾ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്, ഒരാളുടെ ബ്യൂട്ടി, ഒരാളുടെ കഴിവ്, ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. Howsoever important for business they may be, do not find a place in the accounts. അതൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ 10 വർഷം എക്സ്പീരിയൻസ് ആയ ഒരു ബാങ്ക് മാനേജറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതും പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്, പെർഫോമൻസ് വ്യത്യാസമുണ്ട്. പക്ഷെ അതൊക്കെ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ പോലും അത് അക്കൗണ്ടിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ. രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ഓഫ് അസെറ്റ്. ഓക്കെ. അസെറ്റ്സ് ആർ റെക്കോർഡ് ദെയർ കോസ്റ്റ് ആൻഡ് നോട്ട് ദെയർ മാർക്കറ്റ് പ്രൈസ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിച്ചു. 1 ലക്ഷം രൂപ സെന്റിന് 5 സെന്റ് സ്ഥലമാണ് വാങ്ങിച്ചത്. 5 ലക്ഷം രൂപയായി എന്ന് വിചാരിക്കാം. ഈ 5 ലക്ഷം രൂപ ഇപ്പോഴാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ 1 സെന്റിന് 10 ലക്ഷം രൂപയായി. അപ്പൊ 50 ലക്ഷം രൂപ വിലയുണ്ട് ആ സ്ഥലത്തിന്. പക്ഷേ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ കാണിച്ചേക്കുന്നത്? അന്ന് വാങ്ങിച്ച 5 ലക്ഷം രൂപയുടെ ലാൻഡിൽ നിന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴുള്ള മാർക്കറ്റിലെ പ്രൈസ് അല്ല നമ്മൾ കാണിക്കുക, നമ്മൾ വാങ്ങിച്ചപ്പോഴുള്ള പ്രൈസ് ആണ് കാണിക്കുക. അത് ഒരു ശരിയായ രീതിയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഇപ്പോ ഉള്ള ലാൻഡിന്റെ വില അനുസരിച്ച് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പണക്കാരായിരിക്കും, പക്ഷെ നമ്മൾ അത് കാണിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് സെക്കൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എന്താണ് അക്കൗണ്ടിങ്. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അത് ഏതെങ്കിലും 4 എഴുതിയാൽ മതി, 5 നമ്മൾ പറയുന്നുണ്ട്. മൂന്നാമത്തെ പേഴ്സണൽ ജഡ്ജ്മെന്റ്. എന്താണ് പേഴ്സണൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാല്? നമ്മള് ബേസ്ഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെന്റ് ഓഫ് ദ അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റിന്റെ ചില അയാളുടെ ചില തീരുമാനങ്ങൾ. ഫോർ അക്കൗണ്ടന്റ് വിചാരിക്കുകയാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ഇങ്ങനെ കാണാം. 1-2 മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡിൽ ആ അക്കൗണ്ടന്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് കണക്ക് ചെയ്യുന്ന രീതി അത് അയാളുടെ മാത്രം പ്രത്യേകത. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളെ അക്കൗണ്ടൻസ് പഠിപ്പിക്കുന്നത് എന്റെ പ്രത്യേകത ആയിരിക്കും. ഞാൻ പഠിപ്പിക്കുന്ന രീതി ആയിരിക്കില്ല മറ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതി, പലർക്കും പല രീതിയായിരിക്കും. എനിവേ, അങ്ങനെ ഒരു പേഴ്സണൽ ജഡ്ജ്മെന്റ് ഈ അക്കൗണ്ടൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണെങ്കിലും പല അക്കൗണ്ട്സുകളുണ്ട്. അതിനകത്ത് ഓരോ അക്കൗണ്ടന്റിനും എക്സ്പെർട്ടുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില ഒരു ചാർട്ടേഡ് അക്കൗണ്ട് നമ്മൾ കുറെ ലാഭം അയാൾ ഉണ്ടാക്കി തരും, കുറെ ടാക്സ് ഒട്ടിച്ച് തരും. അത്രയും കഴിവ് ചിലപ്പോൾ വേറൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തരുടെയും പേഴ്സണൽ ജഡ്ജ്മെന്റിനെയും അവരുടെ കഴിവിനെ അനുസരിച്ചാണ് അക്കൗണ്ടിങ് നിൽക്കുന്നത്. സെർട്ടൻ അക്കൗണ്ടിങ് പോളിസീസ് ആർ അഡോപ്റ്റഡ്. അതുകൊണ്ടാണ് ചിലർ പറയും നമുക്ക് ഈ പോളിസി വേണ്ട, നമുക്ക് ഇത് ഫോളോ ചെയ്യണ്ട, നമുക്ക് ഇത് മതി. നമുക്ക് ചില അക്കൗണ്ടുകൾ നമുക്ക് ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് മതി. വേറെ ആൾ പറയും നമുക്ക് എന്ത് ചെയ്യാം, അത് വേണ്ട, ഡീക്ലൈൻ മെത്തേഡ് മതി. അങ്ങനെ പലരുടെയും തീരുമാനം അനുസരിച്ച്, അവിടുത്തെ മെയിൻ അക്കൗണ്ടിന്റെ തീരുമാനം അനുസരിച്ച് അവിടെ അക്കൗണ്ടിങ് ചെയ്യാം. അത് നമുക്ക് ഇപ്പോ കഴിഞ്ഞ വർഷം അക്കൗണ്ടന്റ് ആയ ഒരാള് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചെയ്തു. ഈ വർഷം വന്ന ആള് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ചെയ്തു. അപ്പൊ 2 വർഷത്തെ കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ആസ് എ റിസൾട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മേ നോട്ട് ബി ഒബ്ജക്റ്റീവ് ആൻഡ് കമ്പയറബിൾ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ റിസൾട്ട് ശരിക്കും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിരിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാനും പറ്റില്ല. നോട്ട് എക്സാക്ട്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇസ് സംടൈംസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ്. കൃത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് പൈസ കിട്ടില്ല, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് നമ്മൾ പറയുകയാണ് ഒരു 10% കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നിന്ന് ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കും. പ്രൊവിഷൻ അതാണ്.
അപ്പോ ഈ പ്രൊവിഷൻ നമ്മൾ മാറ്റി വെക്കുമ്പോൾ 10% നമ്മൾ മാറ്റി വെച്ചു ലാഭത്തിൽ നിന്ന്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 10% ആൾക്കാർ തരില്ല എന്ന് എന്താണ് ഉറപ്പ്? ചിലപ്പോ ഒരു തന്നാലോ? അപ്പോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. The financial statements do not reflect the true position of the business. അതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയണ ഒരു 10%, അതായത് 1 ലക്ഷം രൂപയുടെ 10,000 രൂപ കിട്ടില്ല എന്ന് വിചാരിച്ച് പ്രൊവിഷൻ ആയിട്ട് മാറ്റി. പക്ഷെ 10,000 രൂപ ആൾക്കാർ കൊണ്ട് തന്നെന്ത് ചെയ്യും? ചെയ്തത് തെറ്റല്ലേ? അപ്പോ ശരിക്കും ട്രൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നോട്ട് എ ഗുഡ് ടൂൾ ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഒരു നല്ല ടൂളായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അക്കൗണ്ട്സ് റെക്കോർഡ്സ് പാസ്റ്റ് ഫാക്ട്, കഴിഞ്ഞ വർഷം നടന്നത്. അതുമാത്രം നമുക്ക് ഈ വർഷം കിട്ടുള്ളൂ അക്കൗണ്ടിങ്ങിൽ. ഈ വർഷത്തെ അക്കൗണ്ടിങ് റിസൾട്ട് അറിയണമെങ്കിൽ മാർച്ച് എത്തണ്ടേ? കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഉപയോഗിച്ച് ഈ വർഷം നമ്മൾ ഒരു തീരുമാനം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ സാഹചര്യങ്ങളല്ല ഈ വർഷത്തെ സാഹചര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? Accounts do not provide for evaluation of business policies and plans. അക്കൗണ്ട് നോക്കിയിട്ട് നമ്മുടെ ബിസിനസ് പോളിസിയും പ്ലാൻസും ഒക്കെ വിജയിച്ചോ എന്ന് നമുക്ക് എന്താണ് പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പുതിയൊരു ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ പോളിസീസോ മേക്ക് ചെയ്യാനൊന്നും നമുക്ക് അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കില്ല. നമുക്ക് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലാണ്ട് നമുക്ക് 100% അതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സാഹചര്യങ്ങൾ മാറും. ഇപ്പൊ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഉണ്ടായി, അപ്പൊ ആ സമയത്ത് സെയിൽസ് കുറഞ്ഞു, അതുകൊണ്ട് പ്രോഫിറ്റ് കുറയും എന്ന് വിചാരിച്ച് ഈ വർഷം കുറയോ? ഇല്ല. അപ്പോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മാത്രം നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ടൂൾ ഫോർ മാനേജ്മെന്റ്. Next question. What is the primary reason for the business students and others to familiarize themselves with the accounting discipline? എന്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റുഡൻസ്, ഇപ്പൊ MBA പഠിക്കുന്നവരാണെങ്കിലും BBA പഠിക്കുന്നവരാണെങ്കിലും അവരൊക്കെ എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് പഠിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഓക്കെ, നോക്കാം. Every monetary transactions must be recorded in such a manner that various accounting users must understand and interpret this result in the same manner without any ambiguity. The reasons for why business students and others should familiarize themselves with the accounting disciplines are given there. എന്തുകൊണ്ടാണ് ഇത് ഒത്തിരി യൂസേഴ്സിന് ഇത് ആവശ്യമാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം അത് പ്രസന്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റുഡൻസ് ഇത് പഠിക്കണമെന്ന് പറയുന്നത്? It helps in learning the various aspects of accounting. ഇപ്പൊ നിങ്ങൾ MBA കഴിഞ്ഞൊരു മാനേജറാണ്, അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യണ്ടേ? അതിന് നിങ്ങൾക്ക് എന്തറിയണം? അക്കൗണ്ടിങ് അറിയണ്ടേ? അപ്പൊ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ വേരിയസ് മേഖലകൾ ഏതൊക്കെയാണ് അത് നമുക്കറിയണം. ഇറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ് ഹൗ ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്. അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്, നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് ബാങ്കിൽ പോകുന്നതെങ്കിലും അപ്പോൾ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ് ഹൗ ടു സമ്മറൈസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എങ്ങനെ നമുക്ക് സമ്മറൈസ് ചെയ്യണം എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമ്മറൈസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ് ഹൗ ടു ഇന്റർപ്രറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിത്ത് റിലേറ്റീവ് അക്യുറസി. എങ്ങനെയാണ് നമ്മളെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വായിച്ചെടുക്കുക, അങ്ങനെയാണ് അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബിസിനസ് സ്റ്റുഡൻസിനെ സഹായിക്കും. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. Enumerate the characteristics of accounting. അക്കൗണ്ടിങ്ങിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? Following are the important characteristics of accounting. 1. Identifying the business transaction and events which are to be recorded in accounting books. Accounting books നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, ഇവന്റ്സ് എന്തൊക്കെയാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. 2. റെക്കോർഡിംഗ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ഇവന്റ്സിനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. The transactions and events in the primary book, ആ ബുക്കിന്റെ പേരെന്താണ്? ജേണൽ. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന്റെ പേരാണ് ജേണൽ. 3. ക്ലാസിഫൈയിങ്. എന്താണ്? അങ്ങനെ റെക്കോർഡ് ചെയ്ത ജേണലിനെ വിവിധ ലെഡ്ജറിലേക്ക് മാറ്റണം. ക്യാഷ്, സെയിൽസ്, പർച്ചേസ്, അങ്ങനെ വിവിധ ലെഡ്ജറിലേക്ക് മാറ്റണം. ടു ലെഡ്ജർ അക്കൗണ്ട്. 4. സമ്മറൈസിങ്. അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ഇതിന്റെ ഒരു തുക നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. മനസ്സിലായോ? സമ്മറൈസിങ്. അതാണ് അതിന്റെ അക്കൗണ്ടിങ്ങിന് ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Data is present in a significant manner. ഈ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്? അത് നമ്മൾ ഡേറ്റ് വൈസ് ആയിട്ട്, മനസ്സിലായോ? അതുപോലെ ട്രയൽ ബാലൻസ് ഒക്കെ എടുത്ത് സയന്റിഫിക്കലായിട്ട് നമ്മൾ എല്ലാ ഡാറ്റയും പ്രസന്റ് ചെയ്യണം. ദെൻ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, മനസ്സിലായോ? ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം അനലൈസിങ്, അതിനെ അനലൈസ് ചെയ്തിട്ട് ഇന്റർപ്രിട്ടേഷൻ, അതിൽ നിന്ന് നിഗമനങ്ങൾ കണ്ടെത്തിയിട്ട്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ആർക്ക് കൊടുക്കണം? നമ്മുടെ മാനേജേഴ്സിനെ കൊടുക്കണം. അനലൈസിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതെങ്കിലും 6 എഴുതണം. 6 എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. 7 നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. What is accounting information system? What are the various types of accounting information? Accounting information system എന്നാൽ എന്താണ്? വിവിധ തരത്തിലുള്ള അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെയാണ്? Accounting information system refers to the process of communicating the economic events of the enterprise to interested users of the informations. മനസ്സിലായോ? അതായത് നമ്മളുടെ ഈ എക്കണോമിക് ഇവന്റ്, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ് വിവരങ്ങൾ അത് ആവശ്യമുള്ള ആൾക്കാർക്ക് കൈമാറുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഫോളോയിങ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. താഴെ പറയുന്നതാണ് വിവിധ തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. 1. ഇൻഫർമേഷൻ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദ എന്റർപ്രൈസ്. ഈ ബിസിനസിന്റെ പെർഫോമൻസ് നമുക്ക് ഒരു ടീമിന്, മാനേജേഴ്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി എന്റർപ്രൈസ്. ഓക്കെ. അപ്പൊ എന്താണ് കൊടുക്കേണ്ടത്? എന്താണ് ഇൻഫർമേഷൻസ്? 1, പെർഫോമൻസ് ഓഫ് ദി എന്റർപ്രൈസസ്. നമുക്ക് ബാലൻസ് ഷീറ്റ് ഒക്കെ കൊടുക്കാം. അങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി എന്റർപ്രൈസ്, ആ ബിസിനസിന്റെ ഇപ്പോ നടത്തിക്കൊണ്ടുപോകാനുള്ള ലാഭം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള നഷ്ടം അതെന്താണെന്ന് കണ്ടെത്താനായിട്ട്. അതാണ് ഒന്നാമത്തെ ഇൻഫർമേഷൻ. രണ്ടാമത് ഇൻഫർമേഷൻ അബൌട്ട് ദ ലിക്വിഡിറ്റി ഓഫ് ദ എന്റർപ്രൈസ്. ലിക്വിഡിറ്റി ഞാൻ പറയില്ല, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റണം. ബാങ്കിൽ ഒരുപാട് ക്യാഷ് എടുക്കണമെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷെ കുറേ സ്ഥലമുണ്ട്, അത് ലിക്വിഡിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല, അത് പെട്ടെന്ന് വിറ്റ് പോവില്ല. അപ്പൊ ലിക്വിഡിറ്റി ആയിട്ടുള്ള ബിസിനസിന്റെ പെട്ടെന്ന് ബിസിനസിന് ക്യാഷ് ആക്കി മാറ്റും, അതിന്റെ ബാധ്യതകളൊക്കെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ, ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് അത് കൊടുത്തു തീർക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് ലിക്വിഡിറ്റി. സോ കപ്പാസിറ്റി ടു പേ ദ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. മനസ്സിലായോ? ചെറിയ ചെറിയ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീട്ടാനുള്ള കഴിവുണ്ടോ? അതാണ് രണ്ടാമത്. മൂന്നാമത് ഇൻഫർമേഷൻ അബൌട്ട് ദ സോൾവൻസി ഓഫ് ദ എന്റർപ്രൈസ്, കപ്പാസിറ്റി ടു പേ ടു ദ ലോങ് ടേം ലെൻഡേഴ്സ്. ഇനി വലിയ വലിയ കടങ്ങൾ, വലിയ വലിയ ലോണുകൾ, ബാങ്ക് ലോണുകൾ, മനസ്സിലായോ? അതൊക്കെ കൊടുക്കാനുള്ള കഴിവുണ്ടോ? ആ ഇൻഫർമേഷൻസ്. നാലാമത് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ എന്റർപ്രൈസ്. അതായത് ബാലൻസ് ഷീറ്റ്, ഇപ്പൊ എത്രയാണ് ലാഭം, ഇപ്പൊ എന്തോരം അസറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ. ഇൻഫർമേഷൻസ് അബൌട്ട് ദ മാനേജറിയൽ എഫിഷ്യൻസി. ഇവിടുത്തെ മാനേജറിന്റെ എഫിഷ്യൻസി. എഫിഷ്യൻസി മീൻസ് കുറഞ്ഞ ചെലവ് കൊണ്ട് എന്താണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ശ്രീധരൻ, നമ്മുടെ മെട്രോ റെയിൽവേ ശ്രീധരന് ഇട്ട ബഡ്ജറ്റിനേക്കാളും 3-4 കോടി കുറച്ച് അയാൾ ചെയ്തിട്ട് ആ ബാക്കി പൈസ ഇവിടെ കൊടുത്തു, സർക്കാരിലേക്ക് കൊടുത്തപ്പോൾ ആള് എഫിഷ്യന്റ് ആണെന്ന് മനസ്സിലായോ? കാരണം കുറഞ്ഞ ചെലവില് കാര്യങ്ങൾ പൂർത്തീകരിച്ചു, നമ്മൾ ബഡ്ജറ്റിനേക്കാളും. അങ്ങനെയൊക്കെയുള്ള മാനേജ്മെന്റ് എഫിഷ്യൻസി തെളിവാക്കുന്ന ഇൻഫർമേഷൻസ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 6 ഇൻഫർമേഷൻസ് അബൌട്ട് ക്യാഷ് ഫ്ലോ. അത് നമ്മുടെ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. നിങ്ങൾ പഠിച്ചിട്ടില്ല. ടു പ്ലാൻ ഫോർ റീപേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്, പേയ്മെന്റ് ഓഫ് ഡിവിഡന്റ്. അപ്പൊ നമുക്ക് എത്ര ക്യാഷ് വന്നു, എത്ര ക്യാഷ് പോയി, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എത്ര ക്യാഷ് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എന്നാണെങ്കിൽ നമുക്ക് ക്യാഷ് വരിക, എന്നാണ് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും. ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ അത് ആവശ്യമുള്ള ആൾക്കാർക്ക് പാസ് ചെയ്യുക, അതിനെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. Take the steps in accounting process or explain the process of accounting. അക്കൗണ്ടിങ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സ്റ്റെപ്പ്. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്. താഴെ പറയുന്നതാണ് അക്കൗണ്ടിങ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ. 1, റെക്കോർഡിംഗ്. കുറെ നേരെ നമ്മൾ ഇതന്നെ പറയുന്നത്. റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് ഇൻ ദ പ്രൈമറി ബുക്ക് ജേണൽ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പ്രൈമറി ബുക്കായ ജേണലിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ജേണലൈസിംഗ്. ഇങ്ങനെ ചെയ്യുന്നതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ജേണലൈസിംഗ്. ജേണൽ മേ ബി സബ് ഡിവൈഡ് ഇൻ ടു ക്യാഷ്. ജേണലിൽ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവ് ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ. ഇങ്ങനെ ബുക്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ ഇത് ഓരോ ബുക്ക് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈയിങ്.
In the second step, the transaction record in the journal or any other books of original entry are classified into various accounts in the secondary book called ledger. ലെഡ്ജർ എന്ന് പറയുന്ന സെക്കൻഡറി ബുക്കിലേക്ക് ഈ പറയുന്ന എൻട്രീനെ മാറ്റും. അപ്പൊ ക്യാഷിനകത്ത് സെയിൽ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്, ഇങ്ങനെ ഒരു ജേണൽ എൻട്രി ഉണ്ടെന്നായിരിക്കും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, സെയിൽസ്. അപ്പോൾ ഇത് ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റും, ഇത് സെയിൽസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. ദിസ് സ്റ്റെപ്പ് ആൾസോ കോൾഡ് പോസ്റ്റിംഗ്, മറ്റൊരു പേര് പോസ്റ്റിംഗ്. Here transactions of similar nature are grouped together under one head of account. അപ്പോൾ സെയിൽസിന്റെ എല്ലാ എൻട്രിയിൽ നിന്നും സെയിൽസ് വർക്ക് എടുത്തിട്ട് സെയിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ ഹെഡ് എടുത്തിട്ട് അവിടെ ആ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തും. സെയിൽസിന്റെ എല്ലാ സെയിൽസും നമ്മൾ അവിടെ എന്താണ് രേഖപ്പെടുത്തി. അപ്പോൾ എല്ലാ ദിവസവും സെയിൽസ് അതൊക്കെ ഉണ്ടാവും, ചില ദിവസം നടന്നുണ്ടാവും. നടന്ന ദിവസത്തെ എല്ലാ സെയിൽസും ഒരൊറ്റ അക്കൗണ്ടിൽ. അപ്പൊ ടോട്ടൽ ആ മാസം എത്ര സെയിൽസ് നടന്നു നമുക്കറിയാൻ സാധിക്കും. ക്ലാസിഫൈഡ്. സമ്മറൈസിങ്. After preparing ledger, അപ്പോൾ ledger കിട്ടി കഴിഞ്ഞു, the accounts are balanced, balance ചെയ്യുന്നു, and the list of all the accounts with their balance are prepared. The list of prepared is called trial balance and the process is called summarizing. നമ്മൾ അങ്ങനെ ഓരോ അക്കൗണ്ടുകൾ എടുക്കുന്നു. ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട്, സപ്പോസ് ദിസ് ഈസ് സെയിൽസ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ എഴുതി അവിടെ എന്താണ് ബാലൻസ് ടോട്ടൽ എഴുതുന്നു, ഇവിടുന്ന് ടോട്ടൽ എഴുതുന്നു, അത് ബാലൻസ് ചെയ്തൊരു എമൗണ്ട് കിട്ടും, എത്രയാണ് സെയിൽസ് നടന്നെന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ബാലൻസ് നമ്മൾ ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതി, ക്രെഡിറ്റ് ബാലൻസ്. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കും. സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് ട്രയൽ ബാലൻസ്. ഇതാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ നമ്മൾ 2 കോളമാണുള്ളത്. ഓക്കെ, ഇങ്ങനെ ക്ലിയർ. ഇവിടെ ഡെബിറ്റ്, എന്താണ് ഇവിടെ ക്രെഡിറ്റ്. ഇപ്പൊ സെയിൽസ് എന്ന ഒരു അക്കൗണ്ട് പേര് എഴുതുമ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. അപ്പൊ ആ എമൗണ്ട് ഇവിടെ എഴുതും. സപ്പോസ് ഒരു 1000 രൂപ ക്രെഡിറ്റിൽ എഴുതും. ക്യാഷ് നമ്മുടെ കയ്യിലൂടെ 5000 ഡെബിറ്റിലായിരിക്കും, ഇടതുവശത്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ടോട്ടൽ എടുക്കും. ടോട്ടൽ എടുക്കുമ്പോൾ ഇവിടെ വരുന്ന എമൗണ്ടും ഇവിടെ വരുന്ന എമൗണ്ട് സെയിം ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്ത കണക്ക് ശരിയാണ്. ഇങ്ങനെ ഈ ട്രയൽ ബാലൻസ് എടുക്കുക, ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് നോൺ ആസ് സമ്മറൈസിംഗ്. ക്ലിയർ? Fourth one, preparing financial accounts. It is the last step in the routing of accounting process. It includes preparing which financial statements? Statements like profit and loss account, and balance sheet, then fund flow statement and the cash flow statement. That's all. So these are the main 4 steps of accounting process. The next question is distinguish between bookkeeping and accounting. Bookkeeping ഉം അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ കണ്ടെത്തണം. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ്? അതിന് മുന്നേ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് ആരാ? അവിടുത്തെ ഒരു ലോവർ ലെവൽ ക്ലർക്ക് ആയിരിക്കും. പക്ഷെ അക്കൗണ്ടിങ് ചെയ്യുന്നത് അക്കൗണ്ടൻസി ഒക്കെ പഠിച്ച CA ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ MCOM ഒക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കും. ക്ലിയർ ആണോ? So nature basis. Bookkeeping is concerned with identifying financial transactions, measuring them in monetary terms, recording and classifying them. അതായത് ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മെഷർ ചെയ്യുക, മോണിറ്ററി പൈസയുടെ രൂപത്തിൽ, then അത് റെക്കോർഡ് ചെയ്യുക, then ക്ലാസിഫൈ ചെയ്യുക. അക്കൗണ്ടിങ് അങ്ങനെയല്ല. Account is concerned with summarizing the record transaction, interpreting them and communicating the result. അതിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി മാനേജേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. വലിയ രീതിയിൽ ചെയ്യുന്ന ഹൈ ലെവൽ ആണത്. അത് അക്കൗണ്ടിങ് ആണ്. റിലേഷൻസ്. ബുക്ക് കീപ്പിംഗ് ഈസ് ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ ബുക്ക് കീപ്പിംഗ് നോക്കിയേ പറ്റൂ, അല്ലെ? ആരെങ്കിലും ഒരാളത് ജേണലൊക്കെ എഴുതിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോൾ അക്കൗണ്ടിങ് എന്താണ് ആരംഭിക്കുന്നത്. സ്പെഷ്യൽ സ്കിൽസ്. ബുക്ക് കീപ്പിംഗ് ഈസ് മെക്കാനിക്കൽ നേച്ചർ ആൻഡ് ദസ് ഡു നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ സ്കിൽ. ഇപ്പോൾ ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു, നമ്മൾ കാശ് വാങ്ങിച്ചിടുന്നു. ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അത്ര വലിയ നോളജ് ഒന്നും വേണ്ട. സാധനങ്ങൾ കൊടുക്കാതെ അതിനകത്ത് എഴുതിക്കണ വില വാങ്ങിക്കാം. പക്ഷേ അക്കൗണ്ടിങ് അങ്ങനെയല്ല. അത് ഉപയോഗിച്ച് അത് ഓരോ അക്കൗണ്ടിലേക്ക് മാറ്റാനും അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ എൻട്രി ഒക്കെ ഇടാനൊക്കെ നമുക്ക് എന്താണ് അക്കൗണ്ടൻസി പഠിക്കണം. സോ അക്കൗണ്ടിങ് റിക്വയർസ് സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ്. പ്രത്യേകം സ്കില്ല് വേണം. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് വൺ മെയിൻ ഫംഗ്ഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാൽ എന്താണ്? അതിന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ച് ആണ്. Which involves recording of your revenues, expenses,
അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതായത് വരുമാനവും ചെലവും അതുപോലെ തന്നെ അസറ്റ് ബാലൻസ് ഷീറ്റ് ഒക്കെ നിങ്ങൾ എടുക്കുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഒക്കെ നിങ്ങൾ എടുക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ്. The main function of financial accounting is the preparation of financial reports which provide summaries of firm financial condition. പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഏതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത്. ദിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് വൈറ്റൽ ഇൻഫർമേഷൻ ടു വേരിയസ് ഇൻഡസ്ട്രി ഗ്രൂപ്പ്. പല ഇൻഡസ്ട്രി ഗ്രൂപ്പുകൾക്കും ഇത് ഇൻഫർമേഷൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്? മറ്റൊരു അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്, ചെലവിന്റെ അക്കൗണ്ട്. നമ്മൾ ബഡ്ജറ്റ് ഒക്കെ തയ്യാറാക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് കോസ്റ്റ്, ചെലവുകളാണ്, വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അസർട്ടൈനിങ്, റെഡ്യൂസിങ് ആൻഡ് കൺട്രോളിംഗ് കോസ്റ്റ്. നമ്മുടെ ചെലവുകൾ എത്രയാണെന്ന് മുൻകൂട്ടി കണ്ടെത്താനും, അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിയ ചെലവുകൾ എത്രയാണെന്ന് കണ്ടെത്താനും, ഭാവിയിൽ ചെലവുകൾ കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും ചെലവുകളെ നമുക്ക് എന്ത് സഹായിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ICW ഒക്കെ ചെയ്ത് വലിയ ജോലി സാധ്യതകളുള്ള, ഒത്തിരി സാലറി ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇതാണത്. It includes the accounting procedures relating to recording of all incomes and expenditure and preparing periodical statement of costs and reports. It includes the accounting procedures relating to recording of all incomes, എല്ലാ ഇൻകവും ആൻഡ് എക്സ്പെൻഡിച്ചർ, എല്ലാ ചെലവുകളും, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ആൻഡ് റിപ്പോർട്ട്സ്. അതൊക്കെ നിങ്ങൾ ഭാവിയിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പഠിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ് ഇപ്പോൾ പഠിക്കാനില്ല. റിപ്പോർട്ട്സും കോസ്റ്റ്സ് ഒക്കെ, കോസ്റ്റ് ഷീറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. The information provided by cost accounting is helpful in determining the price of products. പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്താണ്, അല്ലെങ്കിൽ സർവീസിന്റെ പ്രൈസ് എന്താണ്, ആ കോസ്റ്റിന്റെ കൺട്രോള്, ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇൻ അഡ്വാൻസ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു ഭാവിയിൽ ഇത്ര രൂപക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. ഇനി ആക്ച്വൽ കോസ്റ്റുമായിട്ട് അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലാഭമായിരുന്നു, നഷ്ടമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ട കോസ്റ്റ് കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. What do you mean by management accounting? Management accounting എന്നാൽ എന്താണ്? Management accounting represent accounting information about cost, ചെലവുകൾ, ഫണ്ടുകൾ, ലാഭങ്ങൾ, profit, in such a way that enables the manager to discharge their function effectively and efficiently. ഇത് ഈ ഒരു ചെലവുകളും ഫണ്ടുകളും ലാഭവും എത്രയൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അതിനുവേണ്ടി, അതായത് മാനേജേഴ്സിന് മാത്രം ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതിനകത്ത് ഇതുകൊണ്ട് എന്താ അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുന്നത്, എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി, എന്താണ് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് ത്രൂ മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആർ ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. The information is provided by management accounting is the financial as well as non-financial. Financial informations ആവും, അല്ലാതെയുള്ള ഇൻഫർമേഷൻസും ഇതിനകത്ത് വരാം. ഇറ്റ് മേ ബി ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ ആൻഡ് റിലവന്റ് ഫോർ ഡിസിഷൻ. ഇത് എന്താണ്, ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള സ്വഭാവത്തിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്, അതായത് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റ് ഇത് സഹായിക്കുന്നു. Question number 27. What is the importance of financial statements for various parties? Following are the parties interested in the analysis of financial statements due to the reasons given below. Owners or investors. Owners or investors. അതിനകത്ത് ഒന്ന് വരുന്നത് പ്രോഫിറ്റബിലിറ്റി. ഓണേഴ്സിന് പ്രോഫിറ്റബിലിറ്റി, ലാഭം എന്താണ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാനും, ലാഭം എത്രയാണെന്ന് അറിയാനും, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഭാവിയിൽ എന്താണ് ഇതിന്റെ വളർച്ച, വളർന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനൊക്കെ ഓണേഴ്സിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. മാനേജ്മെന്റിനാണെങ്കിൽ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം സോൾവൻസി, നമുക്ക് ചെറിയ കടങ്ങൾ വീട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, വലിയ കടങ്ങൾ വീട്ടാനുള്ള കപ്പാസിറ്റി ബിസിനസ്സിനുണ്ടോ, പ്രോഫിറ്റബിലിറ്റി ഇൻ റിലേഷൻ ടു ടേൺ ഓവർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ആനുപാതികമായിട്ട് നമുക്ക് ലാഭമുണ്ടോ, ലിക്വിഡിറ്റി ഓഫ് ദ ബിസിനസ് ഫേം, ഈ ബിസിനസ് ഫേമിന് ലിക്വിഡിറ്റി ഉണ്ടോ. ലിക്വിഡിറ്റി മീൻസ് പെട്ടെന്ന് കടങ്ങൾ വീട്ടാനുള്ള കപ്പാസിറ്റി, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി, ഒരു അസറ്റിനെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റണം.
എംപ്ലോയീസിനെ സംബന്ധിച്ചാണെങ്കിൽ ലാഭത്തിലാണോ ഈ ബിസിനസ്, ഇതിന്റെ ക്യാഷ് പൊസിഷൻ എന്താ, ഞങ്ങൾക്ക് എന്താണ് ഗ്രാൻഡ്, ഞങ്ങൾക്ക് ബോണസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സപ്ലൈസ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ്, അതായത് നമുക്ക് സാധനങ്ങൾ തരുന്നവരും അല്ലാതെ പൈസ കടം തരുന്നവരുമുണ്ട്. അവരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ നല്ല രീതിയിലാണ് പോകണമെങ്കിൽ തിരിച്ചടയ്ക്കുള്ളൂ, അതറിയാനാണ്. പ്രോഫിറ്റബിലിറ്റി, നമുക്ക് ലാഭമുണ്ടോ എന്ന് തിരിച്ചറിയാൻ. ലെൻഡേഴ്സ്, നമുക്ക് പൈസ പണമായിട്ട് ഇത് കടം തരുന്ന ആളുകളുണ്ട്, പലിശക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ബാങ്ക് ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും അറിയണം, ലാഭം പ്രോഫിറ്റബിലിറ്റിയും അറിയണം. ഇനി ഗവൺമെന്റ് ആൻഡ് ദെയർ ഏജൻസീസ്, ഗവൺമെന്റിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് അറിയേണ്ടത് ടാക്സ് ആണ്. ടാക്സ് കണ്ടുപിടിക്കാനാണ്. അതാണ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാഭം എന്താണെന്ന് അറിയണം, നമുക്ക് വളർച്ചയുണ്ടോ എന്ന് അറിയണം, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. ഓക്കെ. റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ബിസിനസ് വിവരങ്ങൾ പഠിക്കുന്ന ആളുകളുണ്ട്, റിസർച്ച്. അവർക്ക് നമുക്ക് ലാഭം അറിയണം, നമ്മുടെ വളർച്ച അറിയണം, നമ്മളിപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം, ഭാവിയിൽ നമ്മുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി അവർക്ക് അറിയണം, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. ഓക്കെ, താങ്ക് യു. Please visit part 12, question part 4. Please join online tuition for more videos. നിങ്ങൾക്ക് അക്കൗണ്ടൻസി താല്പര്യമുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾ ഉടൻ തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, ഉടൻ തന്നെ അക്കൗണ്ടൻസി ജോയിൻ ചെയ്യുക. സോ താങ്ക് യു.